ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൽ നിന്ന് തന്നെയാണ് നിഫ്റ്റി. നോക്കൂ, നമ്മൾ ഇന്നലെ വരച്ച ലെവലാണിത്. ഈ ലെവലിൽ നിന്നാണ് നിഫ്റ്റി ഇന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഇന്ന് നിഫ്റ്റി എടുത്തത്. എക്സാക്ട് സെയിം ലെവലിൽ നമ്മൾ ഇന്നലെ വരച്ച ലെവലാണിത്. ഈ ലെവലിൽ നിന്ന് അല്പം പോലും മാറ്റം വന്നിട്ടില്ല. അവിടെ നിന്നാണ് നിഫ്റ്റി ഒന്ന് കയറാനായിട്ട് ട്രൈ ചെയ്തത്. അത് ട്രൈ ചെയ്ത 4 വേസ് ചാർട്ടാണ്. സോ ട്രൈ ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്, നമ്മൾ ഇന്നലെ വരച്ച ആ ലെവല്, ആ ഒരു ബോക്സിൻ്റെ അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് അവിടെ നിഫ്റ്റി നിൽക്കുകയാണ്, റെസിസ്റ്റൻ്റ് നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ലെവലിൽ നിന്നും യാതൊരു മാറ്റവുമില്ല. നിഫ്റ്റി ഈ ബോക്സിന് വെളിയിൽ, ഇതിന് മേളിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വിത്ത് വോളിയം ക്ലോസ് ചെയ്താൽ മാത്രമേ നിഫ്റ്റി തിരിച്ചൊരു ബുള്ളിഷ് മൂഡിൽ വരൂ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യാതൊരു മാറ്റവുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിഫ്റ്റി ഫാൾസ് ഫ്രം ഗ്രേസ് ആണ്. മൂവ് ഡൗൺ ഫ്രം ഹൈ മൊമെന്റം സോൺ. EMA 10, 13, 21, 55 താഴെ പോയി ബാക്കിലേക്ക് ടു ബി ബാക്ക് ഇൻ അപ് ട്രെൻഡ്. നിഫ്റ്റി ഹാസ് ടു ക്രോസ് ദിസ് ലെവൽ. ഈ ലെവൽ ക്രോസ് ചെയ്തേ മതിയാകും. നമുക്കറിയില്ല ഇന്ന് ക്രോസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച്. ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ബൈ ഓൺ ഡിപ്പ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും സെൽ ഓൺ റൈസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നിങ്ങൾ ഓർക്കണം, ഏതാനും ദിവസം കൊണ്ട് സംതിങ് അറൗണ്ട് 80% ആണ് വിക്സിലെ ഫിയർ ഫാക്ടർ ഇൻഡെക്സിലെ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ലെവലിൽ ഫിയർ ഫാക്ടർ ഇൻഡെക്സ് വ്യത്യാസം വരുമ്പോൾ നാച്ചുറലി ഹ്യൂജ് വോളറ്റിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. ഹ്യൂജ് മൊമെന്റം രണ്ട് സൈഡിലേക്കും വരാൻ സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രേഡ്സ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവുള്ളൂ. ഒരു മോശമായ ട്രേഡ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പല ദിവസവും ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ട്രേഡ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, വളരെ കെയർഫുൾ ആകണം. വി ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ. നമുക്കൊരു 75 മിനിറ്റ്സിലേക്ക് പോയാൽ ലോവർ ടൈം ഫ്രെയിം നോക്കൂ. കറക്റ്റ് നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്നാണ് റിജക്ഷൻ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ലെവൽ. ആക്ച്വലി നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്നാണ് റിജക്ഷൻ വന്നിരിക്കുന്നത്. നോക്കൂ, ഈ റിജക്ഷൻ വന്നതിന് ശേഷം 2 ക്യാൻഡിൽ കയറി. അതിനുശേഷം എന്താ സംഭവിച്ച്, കറക്റ്റ് നമ്മൾ കൊടുത്ത ആ ബോക്സിൽ ടച്ച് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. സോ ഇനി തിരിച്ച് കയറുമോ, അല്ലോ തിരിച്ച് അവിടെ ഒരു എന്താ പറയണ്ടേ, അവിടെ വേണമെങ്കിൽ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് പിന്നൊരു ക്യാൻഡിൽ തിരിച്ച് കയറുമോ എന്നൊക്കെയാണ് നമുക്കത് മാർക്കറ്റേ തീരുമാനിക്കത്തുള്ളൂ. നമുക്ക് എന്താ പറയണ്ടേ, നമുക്ക് പ്രത്യേകിച്ചാൽ തീരുമാനങ്ങൾ നോക്കൂ. ഈ ഒരു ലെവലൊക്കെ ഒരു ബ്രേക്കൗട്ട് കൊടുത്ത് കയറി പോകുമെന്നൊക്കെ ചോദിച്ചാൽ വിൽ വെയിറ്റ് ആൻഡ് സീ. അതേ എനിക്ക് പറയാനായിട്ടുള്ളൂ. നമുക്ക് അടുത്ത നമ്മുടെ കണ്ടന്റിലേക്ക് നമുക്ക് കിടക്കാം. സോ അടുത്ത കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റീൽ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഹ്യൂജ് ഡിമാൻഡ് വരാൻ സാധ്യതയുള്ള കാര്യം. ഇൻഫ്രയിലേക്ക് ഗവൺമെൻറ് ഫണ്ട് ഹ്യൂജ് ആയിട്ട് ഒഴുകുന്ന ഒരു സമയത്താണ് സ്റ്റീൽ സെക്ടറിൽ അറ്റ്ലീസ്റ്റ് ഒരു 10% ഗ്രോത്ത് ആണ് മിനിസ്ട്രി ഓഫ് സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്ട്രി എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെ സെക്രട്ടറിയുടെ കമൻറ്റാണ് ഇന്ന് വന്നത്. സ്റ്റീൽ സെക്ടറിൽ വലിയൊരു ഹ്യൂജ് ഗ്രോത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ആ സെക്ടറിനെ കൂടുതൽ പഠിക്കുക, ആ സെക്ടറിലെ കമ്പനികളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. ഹായ് ഫ്രണ്ട്സ്, ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് വെച്ചാൽ സെയിം ക്വാർട്ടറിൽ എൻട്രിയും സെയിം ക്വാർട്ടറിൽ തന്നെ എക്സിറ്റും ബേസ്ഡ് ഓൺ റിസൾട്ടിൻ്റെ ബേസിലുള്ള എൻട്രി എക്സിറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മാക്സിമം എന്ത് പ്രോഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, ആ പ്രോഫിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഷോർട്ട് സ്വിംഗ് ട്രേഡിൽ നമ്മൾ കയറുന്നതും ഇറങ്ങുകയും ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പുറത്തുള്ള എൻ്റെ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് ബൈ May 2nd വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ള കാര്യം, 28 ഡേയ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാണെന്ന് വെച്ചാൽ, ആദ്യത്തെ 6 ദിവസം സ്ട്രോങ് ആൻഡ് ഡീപ്പ് ഫണ്ട് അനാലിസിസ്, ദാറ്റ് മീൻസ് മൾട്ടി ബാഗർ പിക്ക്, എങ്ങനെയാണ് ഇമ്പാക്ട്ഫുൾ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫണ്ടയിലെ കുറച്ച് സീക്രറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വാർട്ടർ റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് റിപ്പോർട്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡിംഗ്, കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അതിനുശേഷമുള്ള ബാക്കിയുള്ള 22 ഡേയ്സ് എന്ന് പറയുന്നത് ബിഹേവിയർ പാറ്റേണും ടെക്നിക്കൽ അനാലിസുമാണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക്കലി നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡാണ്. പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സീക്രറ്റ്സും അതിൻ്റെ സിഗ്നിഫിക്കൻസുമാണ് നമ്മൾ ബേസിക്കലി ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഒബ്സർവേഷനാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ മീഡിയം. ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഇൻഫറൻസിലേക്ക് മാറും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ വരുന്ന മെയ് മാസം 2nd വീക്കിലാണ് നമ്മുടെ നെക്സ്റ്റ് 28 ഡേയ്സ് ഓഫ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ prosip23@gmail.com നിങ്ങൾ മെയിൽ ചെയ്താൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ ബ്ലോക്ക് ബസ്റ്റേഴ്സിലുള്ള കമ്പനിയാണ് കിർലോസ്കർ ഓയിൽ എൻജിൻസ് എന്നൊരു കമ്പനിയാണ്. മാഹിയ 15,038, സ്റ്റോക്ക് പീസ് 33.3 ഉള്ളൂ. ആൻഡ് എന്താ പറയണ്ടേ, പ്രൊമോട്ട് ഹോൾഡേഴ്സ് 41.2 ഉണ്ട്. ഡെറ്റ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി കൂടാണ്, ഡെറ്റ് ടു ഇക്വിറ്റി സ്ലൈറ്റ്ലി കൂടുതലാണ്. ആൻഡ് ഇൻഡസ്ട്രി ബി 33.3 ഉള്ളൂ. വാല്യുവേഷൻ വൈസ് വെരി ഗുഡ് ആക്ച്വലി. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സോ വിൽ സി ദി അനാലിസിസ് പാർട്ട് നമുക്ക് നോക്കാം നേരത്തെ. എന്റർപ്രൈസ് വാല്യൂ എബിറ്റ എന്ന് പറയുന്നത് 17.66 ഉള്ളൂ. സോ ദാറ്റ് മീൻസ് വാല്യുവേഷൻ റീസണബിൾ ആണെന്ന് കാണിക്കുന്ന സംഗതിയാണ്. സോ വിൽ മൂവ് ടു ദി ക്വാർട്ടർ റിസൾട്ട്.
നോക്കൂ ടോപ്പ് ലൈൻ നോക്കൂ മാർച്ചിലെ 1374 1543 1305 1390 1660. ഓക്കെ, സെപ്റ്റംബറിലും ഡിസംബറിലും ഒന്ന് ഡൗൺ ആയതിനു ശേഷം മാർച്ചിലെ ഹയസ്റ്റ് ഫിഗർ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കൂ കഴിഞ്ഞ മാർച്ചിൽ 188 കോടിയിൽ നിന്ന് 303 കോടിയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. എന്താ ഗ്രോത്ത് അല്ലേ. ആൻഡ് OPM എക്സ്പാൻഷൻ 14% നിന്നും 18% OPM എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. ദാറ്റ്സ് കമന്റബിൾ ആണ് ശരിക്കും കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞില്ല, ഡെറ്റ് അല്പം കൂടിയുകൊണ്ടാണ് നാച്ചുറലി ഇൻട്രസ്റ്റ് പാർട്ട് ഇങ്ങനെ 76, 74, 81, 100 കോടി എടുത്ത് കിടക്കുന്നത്. ഡെറ്റ് കുറയും തോറും ഈ ഇൻട്രസ്റ്റ് പാർട്ട് കുറഞ്ഞു വന്നാൽ കമ്പനിക്കും അത് നാച്ചുറലി EPS-നും പ്ലസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 5.45 രൂപ നിന്നാണ് 10.25 കുതിച്ചു വരുന്നത്. PNL കൊണ്ട് നോക്ക്, അവരുടെ കമ്പനിയുടെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഇക്കൊല്ലം വന്നിരിക്കുന്നത്. നോക്കൂ, 2016 മുതൽ 2024 വരെ നോക്കാൻ നേരത്തെ 734 ആണ് കഴിഞ്ഞ കൊല്ലം. അതാണ് 1028 ആയത്. 15% ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ OPM പെർസെൻറ്റേജ്, അത് 17% ആയി. ടോപ്പ് ലെവൽ 5000 നിന്ന് 5198, സംതിങ് അറൗണ്ട് 20% കൂടെ ടോപ്പ് ലെവൽ വന്നിരിക്കുന്നത്. ആൻഡ് ബാലൻസ് ഷീറ്റിൽ ഡയലൂഷൻ ഒന്നുമില്ല, എക്സലന്റ് ആണ്. റിസർവ് നോക്കൂ 2275 2647 ആയി കഴിഞ്ഞു. ബോറോയിൻസ് 3244 നിന്ന് 4142 ആയി. ഈ ഒരു പാർട്ടിൽ കമ്പനി കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് കുറയ്ക്കേണ്ട ഒരു അത്യാവശ്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ആൻഡ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് നോക്കൂ 252 കോടി CWIP കമ്പനി ഓൾറെഡി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. റേഷ്യോസ് നോക്കൂ നിങ്ങൾ, ഡെറ്റ് ഡേയ്സ് 38 ആണ്, 64 in the 67. Okay, they were able to maintain it.